ജൂൺ 19 ലോക വായനാ ദിനം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിയിലാണ്. ആശുപത്രിയും വായനാ ദിനവും തമ്മിൽ എന്ത് ബന്ധമെന്ന് നമ്മൾ പലർക്കും സംശയം കാണും. എന്നാലൊരു ബന്ധമുണ്ട്. ഇവിടെ ആശുപത്രിയും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററുകളും ഡോക്ടറും മരുന്നുകളും രോഗികളും മാത്രമല്ല, നല്ല ബുക്കുകളും അതുപോലെ തന്നെ മാഗസിനുകൾ, അതുപോലെ തന്നെ പല ബുക്കുകൾ ഉൾപ്പെടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മിനി ലൈബ്രറിയാണ് ഈ ഒരു ആശുപത്രി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ബാ. ലോക വായനാ ദിനമായ ജൂൺ 19 ഇവിടെ ജനറൽ ഹോസ്പിറ്റൽ കോട്ടയത്തിൽ നമ്മുടെ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് എനിക്ക് തോന്നുന്നു 3-4 മന്ത്സ് അല്ലേ, ആയിട്ട്. ഇപ്പം ഈ ലൈബ്രറിയിലേക്ക് നമുക്ക് ബുക്കുകൾ മറ്റ് പല ഏജൻസികളൊക്കെ ആയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ട്. മലയാള മനോരമ, വനിത സാഹിത്യ സഹകരണ സംഘം, DC ബുക്സ്, പിന്നെ കിം പോസ്റ്റർ ലൈബ്രറി, അതുപോലെ ആശുപത്രി ജീവനക്കാരും നമുക്ക് ബുക്സ് സപ്ലൈ ചെയ്തിട്ടുണ്ട്. വായനാ ദിനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിട്ടുണ്ട്, വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. വളരെ അർത്ഥവത്തായിട്ടുള്ള ഇതാണ്. ശരിക്കും ആലോചിച്ച് അർത്ഥം കണ്ടെത്താവുന്ന തരത്തിൽ, അതായത് ഒത്തിരി അർത്ഥങ്ങളുള്ള ഒരു പ്രസ്താവനയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ണി മാഷ് പണ്ട് പറഞ്ഞത്. അതുപോലെ ബുക്കുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വപ്നം ആണ് ബുക്കുകൾ എന്നും നമുക്ക് വിശേഷിപ്പിക്കാം. നല്ല ബുക്കുകൾ വായിക്കാത്ത ഒരാളെ ശരിക്കൊരു നിരക്ഷരനായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ വായനയ്ക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ വായന ഒത്തിരി കുറഞ്ഞു പോകുന്നു. ബുക്കുകൾ വായിക്കുന്ന ഒരു രീതി നമ്മുടെ കുട്ടികളിലും വലിയവരിലും ഒക്കെ തന്നെ കുറഞ്ഞു പോകുന്നു എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കുട്ടികളിൽ ഉൾപ്പെടെ വലിയവരിലും ആ ശീലം ഒന്നുകൂടെ ഉണ്ടാക്കിയെടുക്കാനും വളർത്തിയെടുക്കാനും ഇതുപോലെ സെറ്റ് ചെയ്യുന്ന ലൈബ്രറികൾ സഹായിക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അപ്പോൾ ആശുപത്രി പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നവർക്ക് അവരുടെ കാത്തിരിക്കുന്ന സമയങ്ങൾ ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നതിന് നല്ല ബുക്കുകൾ അവരെ സഹായിക്കട്ടെ എന്ന് ഈ ദിനത്തിൽ ഞാൻ ആശംസിക്കുന്നു. നന്ദി.